ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവരോടും അഡ്വാൻസ്ഡ് ആയിട്ടും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ പ്ലം കേക്കിൽ നമ്മൾ മുട്ടയും ബീറ്ററും അവനൊന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, അപ്പോഴേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് മുന്നായിട്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കണം. അതാണ് ഈ പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡ്രൈ ഫ്രൂട്ട് മിക്സിങ് ചെയ്യാം. ഒരു ബൗളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറുത്ത മുന്തിരി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എല്ലാം 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 കളറിലുള്ളതും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ 1/2 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഓറഞ്ച് ജ്യൂസിന് പകരം ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മുന്തിരിൻ്റെ ജ്യൂസ് 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ വരെ വെച്ച് കൊടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പം ഞാനിവിടെ ഒരു 3 മണിക്കൂർ വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു കാരമൽ റെഡിയാക്കി എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. കേക്കിന് കുറച്ച് മധുരം കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നിറച്ചും ഷുഗർ എടുത്തിട്ട് കാരമൽ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ റെഡിയാക്കണ കാരമൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറായിട്ട് വരണം, എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറാനും പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഷുഗറൊക്കെ മെൽറ്റായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു നല്ലൊരു ബ്രൗൺ കളറായൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള കാരമലിൻ്റെ ഒരു കളറായിട്ട് വേണ്ടിയത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ കേക്കിന് വേണ്ടിയുള്ള കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 3 മണിക്കൂറായപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒക്കെ ഒന്ന് സോക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ ജ്യൂസിൽ നിന്ന് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് പിഴിഞ്ഞിട്ടൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ജ്യൂസ് കറക്റ്റായിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ജ്യൂസും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്ന സമയത്ത് കേക്ക് ബേക്കായി വരുമ്പോൾ താഴ്ന്നു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാൻ വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ ബദാമും കൂടെ ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നട്ട്സ് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ജ്യൂസ് ഇവിടെ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാരമൽ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അഥവാ നിങ്ങളുടെ കാരമൽ ചൂടാറുമ്പോൾ ഒന്ന് കട്ടിയായിട്ട് വന്ന് പോയിന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കേക്കിന് ഉണ്ടാവുക. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേറൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ അടുത്തതായിട്ട് നമ്മൾ സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുക, പട്ട പൊടിച്ചതാണ്. ഇതിലേക്ക് ഡ്രൈ ജിഞ്ചർ പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചുക്ക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നന്നായിട്ടുണ്ടാവുക. അപ്പോഴാണ് സ്പൈസസും അതുപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ ഒരു 3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പം 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച പാലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാര പൊടിക്കുമ്പോൾ 1/4 കപ്പ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഷുഗറും ഓയിലൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ നമ്മളിതിൽ മുട്ടയും ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പാല് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കാരമൽ സിറപ്പും ജ്യൂസും കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒഴിച്ചിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പൊടികളാണ്. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുമിച്ച് ചേർക്കാണ്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്തിട്ട് അതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിൽ നല്ല കറക്റ്റായിട്ട് ബാറ്റർ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിൻ്റെ. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാകത്തിൽ തന്നെ എന്തായാലും ബാറ്റർ കിട്ടും. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കുക. വിനിഗർ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ബാറ്ററിൽ മിക്സ് ആക്കിയതിന് ശേഷം ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാണ് വേണ്ടത്. പിന്നെ ബാറ്ററി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേക്ക് കൊഴിഞ്ഞ് പോകാനും അതുപോലെ തന്നെ പൊങ്ങി വരാതിരിക്കാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്നിന് പകരം നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനോ അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യാറ് ഏത് പാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് മുകളിലോട്ട് കുറച്ച് മുന്തിരിയും അതുപോലെ നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ഒരു പാത്രം ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 50 മുതൽ 55 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യുക. സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിനേക്കാളും സമയം ഇതിന് കൂടുതലാണ്. അങ്ങനെ കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിന് ശേഷം ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. മുട്ടയും ബീറ്ററൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും താങ്ക് യു.